കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ. അപ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന റൂളാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു റൂളാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ. അതുപോലെ തന്നെ അതിനെ ലൂപ്പ് റൂൾ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ ഒരു പ്രോബ്ലം ചോദിക്കുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ലോ വളരെ ഇമ്പോർട്ടൻ്റ്. സ്റ്റേറ്റ് ലോ എന്നാണ് പറയുക. അതുപോലെ തന്നെ വിസ്ഡം ബ്രിഡ്ജ് ഇത് വെച്ചിട്ടൊരു ആപ്ലിക്കേഷനാണ് വിസ്ഡം ബ്രിഡ്ജ്. ഇത് അടുത്ത വീഡിയോയിൽ വിസ്ഡം ബ്രിഡ്ജ് നമുക്ക് ചെയ്യാം. അത് സെക്കൻഡ് റൂൾ. റൂൾ എന്താ പറയുന്നത്? ഇത് ആൾജിബ്രിക് സം ഓഫ് ദ ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് പൊട്ടൻഷ്യൽ അറൗണ്ട് എനി ക്ലോസ് ലൂപ്പ് ഈസ് സീറോ. അതായത് ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ സീറോ ആവുകയാണെങ്കിൽ അതാണ് പറഞ്ഞത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ഇത് കണ്ടോ, ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. എന്താ ഡെൽറ്റ വി? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ സമ്മേഷൻ ആൾജിബ്രിക് സം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സർക്യൂട്ടിൽ, അതായത് ഇതൊരു സർക്യൂട്ടാണ്, ഈ സർക്യൂട്ടിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും എന്ന റൂൾ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താ? ടോട്ടൽ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും. ദാറ്റ് റൂൾ ഇസ് കോൾഡ് എന്താണ്? കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ. എന്താ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ പറഞ്ഞത്? ഇവിടുത്തെ ടോട്ടൽ കറണ്ടാണ് സീറോ എങ്കിൽ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂളും, ടോട്ടൽ വോൾട്ടേജ് അതായത് പൊട്ടൻഷ്യലാണ് സീറോ എങ്കിൽ അത് നമ്മൾ കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ ഓർ ലൂപ്പ് റൂൾ എന്നും പറയും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് പഠിക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഇതാണ്. ഇപ്പം ഇതിനെ വിളിക്കുന്നവരാണ് സെല്ലുകൾ. ഇത് സെല്ലുകൾ, ഇത് റെസിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ സെല്ലിന് ഇപ്പം നമ്മൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് നോക്കിയിട്ടാണ് എല്ലാം പറയാറ്. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് കേട്ടോ. ഈ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്. ഞാൻ ആരോ മാർക്ക് അടയാളപ്പെടുത്തുന്ന ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പം ലൂപ്പ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ABCDA അതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ABCDA അതാണ് നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലൂപ്പ് റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് AB എന്ന് നമ്മൾ AB ഡയറക്ഷനിൽ കൂടെ പോയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു സെല്ല് കണ്ടു. ഇതാണ് നമ്മുടെ സെല്ല്. ഇതാണ് നമ്മുടെ സെല്ല്. നമ്മളൊരു സെല്ല് കണ്ടു. സെല്ലാവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെല്ല് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ പോസിറ്റീവായിരിക്കും. എന്താണ്? സെല്ല് സെല്ല് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. സെല്ല് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. സോ നോക്കി, ഇവിടെ നെഗറ്റീവ്, അതായത് ചെറിയതായിട്ട് അടയാളപ്പെടുത്തിയ സാധനമാണ് നെഗറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നത് അല്ലേ? അതായത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അത് പോസിറ്റീവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? പോസിറ്റീവ് വോൾട്ടേജ് കണ്ടോ, ഇവിടെ E1 കൊടുത്തത്. അപ്പോൾ പോസിറ്റീവ് വോൾട്ടേജ്. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തതെന്ന് പറയുന്നത് നേരെ പോയി റെസിസ്റ്ററാണ്. ഇതൊരു റെസിസ്റ്ററാണ്. R1 ഉള്ള റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററാണിത്. അങ്ങനെയുള്ള റെസിസ്റ്ററിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? ഇഫ് ദ പാത്ത് ഈസ് സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതായത് ഞാൻ ആരോ മാർക്ക് അടയാളപ്പെടുത്തുന്ന ഡയറക്ഷനാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇതാണ് ആരോ മാർക്ക് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. സോ ഇഫ് ദ പാത്ത് ഈസ് സെയിം ഡയറക്ഷൻ, നോക്കെ ഇങ്ങോട്ടല്ലേ കറണ്ട് പോകുന്നത്, നമ്മളും അങ്ങോട്ടല്ലേ പോകുന്നത്, അതല്ലേ സെയിം ഡയറക്ഷൻ ഓഫ് റെസിസ്റ്റർ അല്ലേ? അതായത് നമ്മൾ ഈ വഴിയാണ് കറണ്ട് പോകുന്നത്, ഈ പാത്തിൽ കൂടെ കറണ്ട് പോകുന്നത്. അപ്പം നമ്മുടെ റെസിസ്റ്റർ ഈ പാത്തിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? -IR ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ മക്കളെ? സോ ഇഫ് ദ പാത്ത് ഇൻ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട്, അങ്ങനെ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? -IR. സെയിം പാത്ത് ഓഫ് കറണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ റെസിസ്റ്റൻസ് R1, അപ്പോൾ -IR1. ക്ലിയർ? ആണല്ലോ? ഇനി നേരെ പോയിട്ടൊരു സെല്ല് കണ്ടു. ഇവിടെ പോസിറ്റീവ് ഇട്ടു. അപ്പോൾ സെല്ല് കണ്ടോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് സെല്ല് പോകുന്നതെങ്കിൽ ഇവിടെ നോക്കി എങ്ങനെയാണ് പോകുന്നത്? പോസിറ്റീവ് ടു നെഗറ്റീവ്. അത് വലിയത് പോസിറ്റീവ്, ചെറുത് നെഗറ്റീവ്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ, അവിടുത്തെ EMF നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ EMFനെ നമുക്ക് പൊട്ടൻഷ്യൽ നമുക്ക് E2 നടക്കും. അപ്പോൾ എന്താണ്? അത് നെഗറ്റീവാണ്. അപ്പോൾ -E2. ക്ലിയർ? നേരെ പോയി ഈ സെയിം ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ റെസിസ്റ്ററാണ്, സെയിം ഡയറക്ഷൻ അല്ലേ? ഇങ്ങോട്ടല്ലേ കറണ്ട് പോകുന്നത്, അപ്പോൾ സെയിം ഡയറക്ഷൻ അല്ലേ? നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ റെസിസ്റ്റർ എന്താണ്? പോസിറ്റീവാണ്. സോ ഇവിടുത്തെ റെസിസ്റ്റർ എന്താണ്? ഈ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയതുകൊണ്ട് നെഗറ്റീവാണ്. അപ്പോൾ എന്താണ്? IR2. ഇത് 2 ആണ്. IR2. IR2. ഇവിടുത്തെ റെസിസ്റ്റൻസ് R2 ആണ്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഈക്വൽ ടു ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ്. അപ്പോൾ ലൂപ്പ് കഴിഞ്ഞപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്താണെന്ന് അവർ പറഞ്ഞിട്ട് 0 ആണ്. വോൾട്ടേജ് എല്ലാം കണ്ടുപിടിച്ചു. ഒന്നും കൂടെ പറയാം, ഇത് പഠിച്ചാൽ എളുപ്പമാണ്. ഇതെന്താണ്? നെഗറ്റീവിൽ നിന്ന് സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ
പ്ലസ് വോൾട്ടേജ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ പ്ലസ് പൊട്ടൻഷ്യലാണ്. ഇനി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ മൈനസ് ആണ്. ഓക്കെ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആ സെല്ല് പോകുന്നതെങ്കിൽ നെഗറ്റീവാണ്. റെസിസ്റ്റർ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് റെസിസ്റ്റർ. ഇഫ് ദ പാത്ത് ഓഫ് സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ, അതായത് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ആർ. ഓക്കെ, എന്താണ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ആർ. ഓക്കെ, അപ്പോൾ മൈനസ് ഐ ആർ, അത് സെയിം ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഈ ആരോ മാർക്ക് ഉള്ള ഡയറക്ഷനാണ് കറണ്ട് ഡയറക്ഷൻ. അപ്പോൾ സെയിം പാത്തുമാണ് കറണ്ട് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ മൈനസ് ഐ ആർ, അത് അവിടെ നമ്മൾ അടയാളപ്പെടുത്തുക മൈനസ് I1R1. അതുപോലെ ഇങ്ങോട്ട് വന്നപ്പോഴും ഇവിടെ സെയിം ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് ആരോ മാർക്ക്, അപ്പോൾ കറണ്ട് ഇതിലെ കൂടിയാണ് പോകുന്നത്. സോ മൈനസ് IR2R2. ക്ലിയർ? ഇതാണ് കിർച്ചോഫിൻ്റെ റൂൾ ഒന്നും കൂടെ പറയാം. ദ ആൾജിബ്ര, അതായത് ഒരു സർക്കുലർ ടോട്ടൽ പൊട്ടൻഷ്യൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ 0 ആയിരിക്കും. അതാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ.